പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഫ്ലവർ വൈസ് ആണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിന് ആദ്യം നമുക്ക് കുറച്ച് ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്, പശ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ ചെറിയൊരു അളവിൽ ഫെവിക്കോൾ ഒഴിച്ചിട്ട് കൂടുതൽ വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ബലൂണല്ല, ഒരു ശകലം നീട്ടമുള്ള ബലൂണ്, ഒരു ബലൂണ് വേണം. ബാക്കി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ബുക്ക് പേപ്പറാണ്. ന്യൂസ് പേപ്പറിനെ കാട്ടി നല്ലത് ബുക്ക് പേപ്പറാണ്. അപ്പം പേപ്പർ പശയിൽ മുക്കി നല്ലവണ്ണം ഒരു 8 ലെയറെങ്കിലും, ആദ്യത്തെ ലെയർ മൊത്തം ഒട്ടിച്ചിട്ട് അതേ കണക്ക് ഒരു 8 ലെയറെങ്കിലും നല്ല കട്ടി എടുക്കുക. ഒട്ടിച്ചെടുത്തതിന് ശേഷം നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റും. അപ്പോൾ പേപ്പറെല്ലാം ഒട്ടിച്ച് നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് അതിൻ്റെ ഒരു സൈഡ് വീതി കുറച്ചും ഒരു സൈഡ് വീതി കൂട്ടിയും കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിൻ്റെ അടി സൈഡ് വീതി കുറച്ചും മുകൾ സൈഡ് അതിനെ കുറച്ചും കൂടെ വീതി കൂട്ടിയുമാണ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നത്. അതിനുവേണ്ടി 2 അളവിനുള്ള പാത്രങ്ങളാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അളവിന് നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റാൻ ശ്രമിക്കുക. ഇപ്പോൾ 2 സൈഡും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വീതി കൂടിയ സൈഡ് മുകളിലോട്ടും വെച്ച് വീതി കുറഞ്ഞ സൈഡ് അടിയിലും വെച്ചിട്ട് അതിൻ്റെ അടി സൈഡും കൂടെ അടച്ചെടുക്കണം. അതിനുവേണ്ടി മറ്റൊരു കട്ടിയുള്ള പേപ്പർ, കാർഡ്ബോർഡ് ആയിരുന്നാലും മതിയാകും, അടി സൈഡിൽ വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് അടി സൈഡിലെ റൗണ്ട് മാർക്ക് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്ത് മാറ്റിക്കളഞ്ഞ് അടുത്ത് നമുക്ക് സെലോ ടേപ്പ് വെച്ച് അടി സൈഡ് ഒട്ടിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് വൈറ്റ് സിമൻറ്റും വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇതിൽ ഒന്നിലും പശ ചേർക്കുന്നില്ല, വൈറ്റ് സിമൻറ്റും വെള്ളവും മാത്രമാണ് എല്ലാ വീഡിയോയിലും എടുക്കുന്നത്. അങ്ങനെ നല്ലവണ്ണം കട്ടിക്ക് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ ഒഴിച്ച് നല്ലവണ്ണം കറക്കി എടുക്കുക. അത് ഏകദേശം ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് ലെയറും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം കറക്കി എടുക്കുക. എന്നിട്ട് ഒരു ദിവസം വെച്ചിട്ട് ബാക്കി പിറ്റേ ദിവസം 6 തവണയും കൂടെ ഒഴിച്ചു കൊടുത്ത് കറക്കിയെടുക്കപ്പം നമുക്ക് അതിൻ്റെ സൈഡിൽ വേണ്ട കറക്റ്റ് കട്ടി കിട്ടും. മൊത്തം 8 തവണ ഒഴിച്ചു കൊടുക്കാൻ നേരത്ത് നല്ലവണ്ണം കട്ടി കിട്ടും. അത് ഫുള്ളൊന്ന് ഉണങ്ങാൻ വെച്ചിട്ട് ഇനി നമുക്ക് അതിൻ്റെ പേപ്പറെല്ലാം ഇളക്കി മാറ്റാം. അപ്പോൾ പേപ്പറെല്ലാം ഇളക്കി മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്ത് 80-ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആ വലിയ തടുപ്പെല്ലാം നല്ലവണ്ണം പേപ്പർ ഇട്ടെടുക്കാം. ഇപ്പോൾ പേപ്പറിട്ട് കഴിയപ്പോഴും ചെറിയ കുഴുവും അല്ലെങ്കിൽ ചെറിയ തടുപ്പുകളൊക്കെ കാണും. തടുപ്പെല്ലാം നല്ലവണ്ണം ചുരണ്ടി മാറ്റുക, കുഴുവൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇനി അതിൻ്റെ മുകൾ സൈഡിൽ ആ തടുപ്പ് നമുക്ക് പേപ്പറിട്ട് കളയണ്ട. അതിൻ്റെ ചിറ്റ നമുക്ക് അവിടെ ഒരു കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി വൈറ്റ് സിമൻറ്റ് നല്ലൊരു മീഡിയം കട്ടിക്ക് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റാതെ റൗണ്ട് ഷേപ്പിൽ പറ്റിച്ചു കൊടുക്കുക. അതേ കണക്ക് ചുറ്റാതെ റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുത്തിട്ട് ചെറിയ കത്തി ഉപയോഗിച്ചോ അല്ലെങ്കിൽ കരണ്ടി ഉപയോഗിച്ച് ചെറുതായിട്ട് റൗണ്ട് ഷേപ്പ് വലിയ വളവൊന്നും ഇല്ലാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് തേച്ച് ഒതുക്കിയെടുക്കുക. അപ്പോൾ നല്ലവണ്ണം കരണ്ടി കൊണ്ട് മൊത്തം തേച്ച് വൃത്തിയാക്കിയതിന് ശേഷം ബാക്കി വരുന്ന വൈറ്റ് സിമൻറ്റ് എല്ലാം കൂടെ കൊണ്ട് നമുക്ക് മൊത്തത്തിൽ പോട്ടിൻ്റെ പുറത്തെ സൈഡിൽ ഒരു 2 കോട്ടെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 കോട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമുക്കുള്ള കുഴുവും ചെറിയ പാടൊക്കെ ഉള്ളത് അടുത്ത പേപ്പർ ഇടാൻ നേരത്ത് അത് നല്ലവണ്ണം മാറിക്കിട്ടും. അപ്പോൾ അതിനുവേണ്ടി വീണ്ടും 80-ൻ്റെ പേപ്പർ, അത് ഉണങ്ങിയതിന് ശേഷം 80-ൻ്റെ പേപ്പർ ഇട്ട് നല്ലവണ്ണം ആ റൗണ്ട് ഷേപ്പൊക്കെ നല്ലവണ്ണം തേച്ച് വൃത്തിയാക്കി എടുക്കുക. ബാക്കിയുള്ള എല്ലാം പേപ്പർ ഇട്ടെടുക്കാൻ നേരത്ത് മൊത്തത്തിൽ വൃത്തിയായി കിട്ടും. അതെല്ലാം കഴിഞ്ഞിട്ട് 220-ൻ്റെ പേപ്പറും കൂടെ ഉപയോഗിച്ച് നല്ലവണ്ണം ഫിനിഷ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് ഞാൻ CD മാർക്കർ ഉപയോഗിച്ച് അതിൻ്റെ പുറത്ത് സൈഡിൽ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് വേണ്ടത് ഹോം മെയ്ഡ് ക്ലേ ആണ്. അപ്പോൾ ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്, ഞാൻ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അടുത്ത് ഇനി ക്ലേയും ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്കിനി CD മാർക്കർ കൊണ്ട് ആദ്യം ഒന്ന് ഇലയുടെ ആകൃതിയിലും അല്ലെങ്കിൽ വള്ളിയുടെ ആകൃതിയിലൊക്കെ ഒന്ന് വരച്ചിട്ട് നമുക്ക് ഫെവിക്കോൾ അതിൽ നല്ലവണ്ണം പേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള ആ ചെറിയ പീസൊക്കെ എടുത്ത് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ട ഭാഗത്തൊക്കെ ചെറിയ വള്ളികളും ഇലകളും പൂക്കളൊക്കെ കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൊടുത്തിട്ട് അതിൻ്റെ പുറത്തൂടെ 2-3 വരകളൊക്കെ ഇട്ട് കൊടുക്കാം. വള്ളിയുടെ പുറത്ത് സൈഡിൽ വരുന്ന ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി കുറച്ച് വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അടുത്ത് നമുക്ക് പശ തേച്ച് കൊടുത്തിട്ട് അതിൽ ചെറിയ ചെറിയ ഇലകളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇലയുടെ ആകൃതിയിൽ ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചിട്ട് ബാക്കി ചെറിയ കരണ്ടി കൊണ്ട് അല്ലെങ്കിൽ ചെറിയ ബ്ലേഡ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. ഹോം മെയ്ഡ് ക്ലേ ആകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും, നമുക്ക് എങ്ങനെ വേണം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇലയുടെ ആകൃതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വലിപ്പത്തിൽ എവിടെ വേണോ ഏതെല്ലാം സൈഡിൽ വേണോ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇലകളൊക്കെ കൊടുക്കാൻ നേരത്ത് ചെറുതായിട്ടൊന്ന് വളച്ചും ഒന്ന് തിരിച്ചൊക്കെ കൊടുക്കാൻ നേരത്ത് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും.
ഇപ്പോൾ ഇലകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് ചെറിയ പൂക്കളാണ്. അതിനുവേണ്ടി ചെറുതായിട്ട് ക്ലേ നമുക്ക് റൗണ്ട് ഷേപ്പിൽ ഉരുട്ടി വെച്ചിട്ട് നമുക്കതിനെ ചെറിയ കരണ്ടി കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ പൂക്കളുടെ ഇതളിൻ്റെ സൈസിൽ പ്രസ് ചെയ്തിട്ട് അതിൽ അകത്തും കൂടെ ചെറിയ 2-3 വരകളൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ കണക്ക് പൂക്കളും കൂടെ എവിടെ വേണോ ഏതെല്ലാം സൈഡിൽ വേണോ നിങ്ങൾ തന്നെ കൊടുക്കുക. ഇപ്പോൾ പൂക്കളുടെ ഇതൾ എല്ലാം കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു റൗണ്ട് പീസും കൂടെ വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് കുത്തുകളും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തേക്കുന്ന എല്ലാ കളറും ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. ആദ്യം ബേസിക് കോട്ടായിട്ട് വൈറ്റ് കളർ ടച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പോട്ടിൻ്റെ പുറത്തടിക്കുന്നത് ഒലീവ് ഗ്രീനാണ്. ഇലകളിലും ഒലീവ് ഗ്രീൻ തന്നെയാണ്. പിന്നെ ഒരു ലൈറ്റ് ഗ്രീനും കൂടെ അവസാനം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ തണ്ടുകളിൽ ബ്രൗൺ കളറും പൂക്കൾ വെള്ള കളറും പിന്നെ പൂക്കളിനകത്ത് യെല്ലോ കളറും. ഇതെല്ലാം കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ അടിക്കാൻ നേരത്ത് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വരുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.